ഞാനൊക്കെ സംഘടനാ പ്രവർത്തനം നടത്താൻ വന്ന കാലത്തിൽ ഞായറാഴ്ച നല്ല സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാവും. അപ്പൊ പറഞ്ഞു അത് അങ്ങനെയല്ല, ഇവിടെ നാലമ്പലം കാണാൻ പോകും ഞായറാഴ്ച. നമസ്കാരം. കർക്കടക മാസമാകുമ്പോൾ വീടുകൾ കയറിയിറങ്ങുന്ന ഒരു മൂദേവി സങ്കല്പത്തിലുള്ള കുട്ടിത്തെയ്യമാണ് കർക്കടോത്തി. ഇതുപോലെ കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ച ചില കർക്കടോത്തി തെയ്യങ്ങളുണ്ട്. ഇതിനെയൊക്കെ അടിച്ചു പുറത്താക്കി സ്ത്രീ ഭഗവതിയെ കൊടിയിരുത്തിയാലേ മനുഷ്യ സമൂഹം നന്നാവൂ. ആ ഹൈന്ദവ മേധാവിത്വത്തിനു വേണ്ടി കരുതിക്കൂട്ടിയ ഇടപെടൽ നടത്തുന്നതിന്റെ ഒരു ലക്ഷണമാണ് രാമായണ മാസത്തിൽ രാമായണം വായിക്കണമെന്ന് RSSകാർ പറഞ്ഞു തുടങ്ങുന്നത്. കമ്മ്യൂണിസത്തിന്റെ ആദ്യ മാതാവായും ലോകമാതാ ജനനിയായും സങ്കല്പിക്കപ്പെടുന്ന ഉറങ്ങാത്തൊരു ടീച്ചറമ്മയാണല്ലോ ഈ ശൈലജ. വിപ്ലവം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ നാക്കെടുത്താൽ പിന്നെ വിവരദോഷമേ പറയുകയുള്ളൂ. ഇതല്പം പഴയ വീഡിയോയാണ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടികളിൽ ആള് കുറയുന്നത് എന്നതിൻ്റെ കാരണമാണ് അന്ന് ശൈലജ ഇവിടെ പറയുന്നത്. ഞായറാഴ്ച ഒരു പരിപാടി വെച്ചാൽ ധാരാളം സ്ത്രീകൾ വരുന്ന ഒരു രീതിയായിരുന്നു. എന്നാൽ ഇപ്പം അറിയാതെ ഞാനും പറഞ്ഞു, എനിക്കും ഉണ്ടായി അനുഭവം. ഞാനൊരു മീറ്റിങ്ങിന് തലശ്ശേരി പോയപ്പോൾ നല്ല പങ്കാളിത്തമുണ്ട്. അപ്പോൾ സംഘാടകർ മൈക്കിലൂടെ പറഞ്ഞു, ഇന്ന് ഞായറാഴ്ച ആയിട്ടും നല്ല പങ്കാളിത്തമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ഞായറാഴ്ചയല്ലേ നല്ല പങ്കാളിത്തം ഉണ്ടാവുക. ഞാനൊക്കെ സംഘടനാ പ്രവർത്തനം നടത്താൻ വന്ന കാലത്തിൽ ഞായറാഴ്ച നല്ല സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാവും. അപ്പൊ പറഞ്ഞു അത് അങ്ങനെയല്ല, ഇവിടെ നാലമ്പലം കാണാൻ പോകും ഞായറാഴ്ച. RSSകാർ അതിനിഗൂഢമായി അടിച്ചേൽപ്പിക്കുന്ന രാമായണ പദ്ധതി കാരണം ഭക്തിയുള്ള സ്ത്രീകൾ നാലമ്പല ദർശനത്തിന് പോകുന്നു. പാർട്ടി സഖാക്കൾ നെടുങ്കൻ പ്രസംഗം നടത്താനായി രാവിലെ സ്ഥലത്തെത്തും. പക്ഷേ സ്ത്രീകളെല്ലാം നാലമ്പല ദർശനത്തിന് പോയിരിക്കുന്നതിനാൽ പാർട്ടി പരിപാടികൾ കൂടുന്നില്ല. ഇതാണ് ശൈലജയെ പ്രകോപിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ട ശൈലജയുടെ പ്രസംഗം പഴയതാണ്. എങ്കിലും ഈ കർക്കടക മാസത്തിൽ ശൈലജയെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ ഹൈന്ദവ ബ്രാഹ്മണിക്കൽ മേധാവിത്വം അധികാരത്തിലിരുന്നു കൊണ്ട് കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഇടപെടലിൻ്റെ ലക്ഷണമാണത്രേ കർക്കടക മാസത്തിൽ രാമായണം വായിക്കണമെന്ന് RSSകാർ പറയുന്നത്. ഈ സ്ത്രീയെ ഒരു ടീച്ചറായി പോലും സങ്കല്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മലയാളത്തിലെ ഒട്ടുമിക്ക കമ്മ്യൂണിസ്റ്റ് കവികളും അതിഗംഭീരമായി രാമായണം വായിച്ച ബാല്യത്തെപ്പറ്റി പറയുന്നുണ്ട്. കടമ്മനിട്ടയും വയലാറും ONVയും പതിവായി രാമായണം വായിക്കുമായിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാഷാശുദ്ധിക്ക് ഇത്രയേറെ അനുയോജ്യമായൊരു ഗ്രന്ഥം വേറെയില്ല. ഞങ്ങളുടെ അപ്പൂപ്പൻ അതിഗംഭീരമായി രാമായണം വായിക്കുന്നയാളായിരുന്നു. ഏതെങ്കിലും RSSകാർ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി വായിപ്പിച്ചതായി ഓർമ്മയില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തിയും അജണ്ടകൾ സെറ്റ് ചെയ്തും വായിക്കാൻ പറ്റിയ ഗ്രന്ഥമാണോ രാമായണം? അപ്പോൾ രാമാനുജൻ എഴുത്തച്ഛനേക്കാൾ വലിയൊരു RSSകാരൻ വേറെ ഉണ്ടാകില്ലെന്നാണോ ശൈലജ പറയുന്നത്? സകല ശുഖകുല വിമല തിലകിത കളേബരേ കഥയമമ കഥയമമ്മ കഥകളതിസാദരം കാകുൽസ്ഥ ലീലകൾ കേട്ടാൽ മതിവര എന്നൊക്കെ അപ്പൂപ്പൻ വായിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ പാരമ്പര്യത്തിനൊരു ഭാഷാശുദ്ധി അടുത്ത തലമുറയിലേക്കും പകർന്നു നൽകുന്നു ഓരോ മുതിർന്ന തലമുറയും. രാമായണം വായിക്കുന്നവരെല്ലാം RSSകാരാകുന്നതിനെപ്പറ്റി അറിയില്ല. അമ്പലപ്പുഴ MLA G സുധാകരനും കർക്കടക മാസമാകുമ്പോൾ U പ്രതിഭയും രാമായണം വായിക്കുന്നതിൻ്റെ റീലുകൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ RSSകാരാണോ? അപ്പോൾ ഇത്രയും കാലമായിട്ടും നിങ്ങൾ രാമായണം എന്ന ക്ലാസിക് ഗ്രന്ഥം വായിച്ചിട്ടേയില്ലേ? കേട്ടാത്തൊന്നും ദാസ് ക്യാപിറ്റൽ വായിച്ചങ്ങ് മലർത്തി വെച്ചിരിക്കുകയാണെന്ന്. വെറുതെയാണോ അമ്പലമെന്നും ഭക്തിയെന്നും രാമായണമെന്നും ഒക്കെ കേൾക്കുമ്പോൾ ഈ കമ്മിവർഗത്തിന് വെളിവുകേടുണ്ടാകുന്നത്? നാലമ്പലം കാണാൻ പെണ്ണുങ്ങൾ പോയാൽ ഇവരുടെ പാർട്ടി പരിപാടികൾ പൊളിയും. പ്രകടനം നടത്താനും പ്രസംഗം കേൾക്കാനും ആളുകളില്ലാതെ വരും. നാലമ്പലം കാണുന്നതിന് പകരം AKG സെൻറ്റർ, കൈരളിയുടെ ആഫീസ്, ദേശാഭിമാനി, രക്തസാക്ഷി മണ്ഡപങ്ങൾ, കേളുവേട്ടൻ സ്മാരക പഠന കേന്ദ്രം എന്നിവിടങ്ങളിൽ വേണം കമ്മ്യൂണിസ്റ്റുകാരികൾ ദർശനം നടത്താൻ. അങ്ങ് വടക്കോട്ടുള്ളവർ സാധാരണയായി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യത്തിലും പായമ്മൽ ക്ഷേത്രത്തിലും ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രത്തിലുമൊക്കെയാണ് നാലമ്പല ദർശനത്തിനായി പോകുന്നത്. മറ്റു ജില്ലക്കാരുടെ സങ്കല്പത്തിൽ വേറെയുമുണ്ട് നാലമ്പലങ്ങൾ. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്ന ക്രമത്തിൽ വേണം ദർശനം നടത്താൻ. ഉച്ചപൂജയ്ക്ക് മുൻപായി 4 ക്ഷേത്രങ്ങളിലെയും ദർശനം പൂർത്തിയാക്കുന്നത് കൂടുതൽ ഉത്തമമായിട്ടാണ് വിശ്വാസികൾ കണക്കാക്കപ്പെടുന്നത്. ശൈലജ പറയുന്നതിനനുസരിച്ച് കമ്മി സങ്കല്പ പ്രകാരം ശ്രീരാമന് പകരം പിണറായി വിജയനെയും, ഭരതന് പകരം ഗോവിന്ദനെയും, ലക്ഷ്മണൻ എന്ന സങ്കല്പത്തിൽ P ജയരാജനെയും, ശത്രുഘ്നായി MV ജയരാജനെയും വലം വെച്ചാൽ മതി. ശൈലജയും ശ്രീമതിയും അടക്കമുള്ള സഖാക്കൾ ഇവരെയാണ് വലം വെച്ച് പുണ്യം നേടുന്നത്. ഇങ്ങനെ ക്ഷേത്രവിശ്വാസത്തെയും വിശ്വാസികളെയും വെല്ലുവിളിക്കാൻ വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് കഴിയുമോ? പണ്ട് ശ്രീമതി നടത്തിയ ഒരു പ്രസംഗത്തെപ്പറ്റി ഇനി ആവർത്തിക്കുന്നില്ല. ഇത്തരത്തിലുള്ള വകതിരിവും ഔചിത്യവുമില്ലാത്ത പ്രസംഗങ്ങൾ കൊണ്ടാണ് ഈ ശൈലജ ഇപ്പോൾ വീട്ടിലിരിക്കുന്നത്. ഇപ്പോൾ ഉറങ്ങാൻ ഇഷ്ടം പോലെ സമയമുണ്ട് ടീച്ചർക്ക്.
മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ പിണറായി വിജയനൊപ്പം അകമ്പടി സേവിച്ച ഭാര്യയും മകളും തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയതിനെപ്പറ്റി ഈ ശൈലജയ്ക്ക് അറിയാമോ? ശൈലജ ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കാൻ വിപ്ലവം പറയുന്നുണ്ടെങ്കിലും മുഴുത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയൊക്കെ കുടുംബം ക്ഷേത്രവിശ്വാസത്തിലും പൂജയിലും കൈനോട്ടത്തിലുമൊക്കെ വിശ്വാസമുള്ളവരാണ്. സത്യത്തിൽ ശ്രീമതിയേക്കാൾ മന്ദരയുടെ വേഷമിണങ്ങുന്നത് ഈ ശൈലജയ്ക്കാണെന്ന് തോന്നും. ഈ പ്രസംഗത്തിലൂടെ ശൈലജയുടെ ഉള്ളിലിരിപ്പ് ശരിക്കും ബോധ്യമാകും. അധികകാലം മനുഷ്യനെ കബളിപ്പിക്കാൻ പറ്റില്ല എന്ന് ഇതുപോലെയുള്ള അമ്മായി സഖാത്തികൾ ചിന്തിക്കുന്നത് നല്ലതാണ്. പെണ്ണുങ്ങളിങ്ങനെ നാലമ്പല ദർശനത്തിന് പോയാൽ പിന്നെ നമ്മൾ ആരോട് പ്രസംഗിക്കും? വല്ലാത്തൊരവസ്ഥ തന്നെ. ഇത്രകാലം ശ്വാസം വിടാതെ നിന്ന് നിങ്ങളൊക്കെ പ്രസംഗിച്ചിട്ടും വല്ല ഗുണവും ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ ശൈലജേ?